കോട്ട് ഒരെണ്ണം ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകളും കൊണ്ടുവന്നാൽ മതി. ഞാൻ ഒരു പെയറിൻ്റെ പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലോ. അപ്പോൾ അതിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 കോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 3 കോട്ടിൻ്റെ ആവശ്യം ഉണ്ട്, പക്ഷെ നാട്ടിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നാട്ടിൽ നമ്മളിപ്പോൾ എത്ര റേറ്റിന് എത്ര കോട്ട് ഏതൊക്കെ കോട്ട് മേടിച്ച് കഴിഞ്ഞാലും இந்த കോട്ട് ഇവിടെ വർക്ക് ആവണമെന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സും അധികം നിങ്ങൾ കൊണ്ടുവരണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഹുഡിയൊക്കെ 2 കൊണ്ടുവരാം. നിങ്ങൾ വരുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഡ്രസ്സ് കൊണ്ടുവരാം. എന്നിട്ട് ഒരു മാസം നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് മതിയല്ലോ. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് പിന്നെ യൂസ് ചെയ്ത് ഒരു മാസത്തേക്ക് അപ്പോൾ മതി. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നാൽ മതി. കാരണം നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ നല്ല വില കുറവിന് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ മാസവും നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഡ്രസ്സിന് അത്രയും വില കുറവാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ കുറേ സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഇവിടുന്ന് ഡ്രസ്സ് ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും. അപ്പോൾ കിട്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാത്തതെന്നല്ല, കിട്ടും, പക്ഷേ ഭയങ്കര റേറ്റായി. 80 ഗ്രാം കുരുമുളകിനൊക്കെ ഇവിടെ 200 രൂപ അങ്ങനെ തോന്നാണ്ടാണ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ചിലർക്ക് ഇവിടെ വന്നിട്ട് താരൻ്റെ ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ വോട്ടെവർ നമ്മുടെ മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ താരം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനുള്ള മെഡിസിൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഷാമ്പു കാര്യങ്ങൾ കൊണ്ടുവരാം. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നമുക്ക് ഇവിടെ കിട്ടുന്ന സംഭവങ്ങളെടുത്ത് വെറുതെ കളയണ്ട. നമ്മുടെ ബോഡി ഇവിടുത്തെ ഒരു ക്ലൈമറ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ചിലർക്ക് ഒരു മാസം, ചിലർക്ക് ഒരാഴ്ച, അങ്ങനത്തെ എല്ലാ ഇതിൻ്റെയും മരുന്നുകൾ കൊണ്ടുവരാം. ലൈക്ക് ഇപ്പോൾ ഛർദി, ലൂസ് മോഷൻ, തലവേദന, പിന്നെ ടൈഗർ ബാം, യൂക്കാരി, അങ്ങനെ പിന്നെ പെയിൻ കില്ലേഴ്സ്, പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഗ്യാസിൻ്റെ അങ്ങനത്തെ ഗുളികകളൊക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ അയമോദകം എടുക്കാൻ നല്ലതാണ്. അയമോദകത്തിൻ്റെ ചെറിയ എന്താ ഗുളികൻ്റെ നല്ലതാണ്. അച്ചാറ്, കാരണം നമ്മൾ ഇവിടെ എരിവും പുളിയൊന്നും ഇല്ലാത്ത ഫുഡൊക്കെയാണ്. അപ്പോൾ നമുക്ക് അരി പക്ഷെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ കിട്ടും. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മീറ്റ് മസാല, ഇപ്പോൾ ഫിഷ് മസാല, അങ്ങനെ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആക്ച്വലി നിങ്ങൾ കുക്കിംഗ് അറിയാത്തവരെന്നുണ്ടെങ്കിൽ കുക്കിംഗ് പഠിച്ചിട്ട് വരാം. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതായിട്ട് യൂസ്ഡ് ആവും. സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ബിരിയാണിക്കൊക്കെ 17 യൂറോ, 14 യൂറോ, 12 യൂറോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നാട്ടിലെ പൈസ ഇട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. പക്ഷേ പിന്നെ നമ്മളതായിട്ട് യൂസ്ഡ് ആവും. എങ്കിലും കുക്കിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. പിന്നെ അതുകൊണ്ട് അപ്പോൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ബാക്കി പച്ചക്കറി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. പക്ഷേ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മസാലകൾ എന്തായാലും കൊണ്ടുവരാം. ഇപ്പം ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ എന്നറിയില്ല. വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എഴുതി ചേർക്കാം.